സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടിയും അവർക്ക് ജീവിതത്തിൻ്റെ നിലനിൽപ്പായിക്കൊണ്ടും നിശ്ചയിച്ചതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയതോടൊപ്പം തന്നെ അതിനെ സംബന്ധിക്കുന്ന വിധികളും വിലക്കുകളും നമ്മോട് സൂചിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ആ വിധി വിലക്കുകളിൽ അള്ളാഹു വളരെ ചുരുക്കി അതിനെ വിവരിച്ചത് റഹ്മാൻ്റെ അടിമകൾ ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങളായി പറഞ്ഞെടുത്തല്ല പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവർ ദൂർത്തടിക്കുകയില്ല, പിശുക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ. അവർ അതിനിടക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക രംഗത്തെ ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് ചുരുക്കി സൂചിപ്പിക്കുകയുണ്ടായി. സാമ്പത്തിക രംഗത്ത് ക്രമക്കേട് കാണിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. സ്വർണവും വെള്ളിയും ഒരുക്കൂട്ടി വെക്കുകയും അള്ളാൻ്റെ മാർഗത്തിൽ അത് ചിലവഴിക്കാതെ സേവ് ചെയ്തു വെക്കുന്നവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വേദനിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. നരകത്തിൽ, ആ നരകത്തിൻ്റെ തീ കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് മേൽ ചൂട് വെക്കപ്പെടും. ഫതുക്വാ ബിഹാ ജിബാഹുഹും വ ജുനൂബുഹും. അവരുടെ ഈ സ്വർണവും വെള്ളിയും അത് നരകത്തിൽ ചൂടാക്കി ഇവരുടെ മുതുകത്തും കവിളത്തും ഇതുകൊണ്ട് ചൂട് വെക്കും. വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ സേവ് ചെയ്തു വെച്ച, നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കൂട്ടി വെച്ച നിധിയാണിത്. അതുകൊണ്ട് ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ ആ ഒളിപ്പിച്ചു വെച്ച, ശേഖരിച്ചു വെച്ച, നിധിയാക്കി വെച്ചത് നിങ്ങൾ ഇവിടെ ശിക്ഷയായി അനുഭവിക്കുക എന്ന് അവരോട് പറയുന്ന. അപ്പോൾ ഇതൊക്കെ സാമ്പത്തിക രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഈ നിധിയായി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഭാഗം, അവിടെ സഹാബത്തിൻ്റെ കാലത്ത് തന്നെ ചില ആളുകൾക്ക് സംശയമുണ്ടായി. കാരണം എല്ലാവരും പണം സേവ് ചെയ്യും, അക്കൗണ്ടിലും മറ്റുമൊക്കെ ആയിട്ട് തങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്ക് പണം സേവ് ചെയ്യും. അപ്പോൾ അങ്ങനെ സേവ് ചെയ്താൽ അത് ആഖിറ നാളിൽ അവനെ സംബന്ധിച്ച് വലിയ ദോഷമാണ് എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഒരിക്കൽ ഒരു താബിഈ ഫത്വ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അതിന് മറുപടി പറഞ്ഞത്, മൻ കനസഹാ ഫലം യുഅദ്ദി സകാതഹാ ഫവൈലുൽ ലഹു. ഒരാൾ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചു, അപ്പോൾ സേവ് ചെയ്താൽ സ്വാഭാവികമായിട്ട് സക്കാത്ത് വരും, സക്കാത്ത് കൊടുക്കലില്ല എങ്കിൽ അതാണ് ഇവിടെ ഈ ശിക്ഷക്കർഹം. അപ്പോൾ ഒരാൾ കൊല്ലാകൊല്ലം മുടങ്ങാതെ സക്കാത്ത് കൊടുത്തുകൊണ്ട് എത്ര സേവ് ചെയ്ത് വെച്ചാലും അത് ശറഅ് അനുസരിച്ച് വിരുദ്ധമല്ല, ശറഇന് എതിരല്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. അപ്പോൾ സേവ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് സക്കാത്തിൻ്റെ പരിധിക്കപ്പുറത്തുണ്ടെങ്കിൽ കൊല്ലാകൊല്ലം അയാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പൈസക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു കൊല്ലം വീണ്ടും അത് കേടുകൂടാതെ ഉണ്ടെങ്കിൽ അത് സക്കാത്ത് കൊടുക്കുക എന്നത് അയാൾ ശ്രദ്ധിച്ചാൽ അത് അയാളുടെ നിഷിദ്ധങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഫത്വ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണല്ലോ അനന്തര സ്വത്ത് ശറഇൽ ഇത്ര ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടത് എന്തിനാണ്? ഒരാൾ മരിക്കുമ്പം സേവിങ്സ് ഉള്ളതുകൊണ്ടാണ്. അയാൾ മരിക്കുമ്പം അയാളുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാവുമ്പോഴാണ് അത് അവകാശികൾക്ക് പോകാനുള്ള സ്വത്തായിട്ട് അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് പാടില്ല എന്ന് ശറഅ് വെച്ചിരുന്നെങ്കിൽ പിന്നെ അനന്തര സ്വത്ത് എന്ന നിബന്ധനയും നിയമവും ഇസ്ലാം വെക്കില്ലായിരുന്നു. അതുകൊണ്ട് ശറഅ് പണം സ്വരൂപിക്കുന്നതും സമ്പാദിക്കുന്നതും ഇതെല്ലാം അനുവദിച്ചു തന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അതിൻ്റെ വഴികൾ തെളിയിച്ചു തന്നു. പക്ഷെ ആ വഴിയിലൂടെ പ്രവേശിക്കുന്ന എല്ലാവരുടെ കയ്യിലും പണം എത്തിക്കൊള്ളണം എന്നില്ല. അതിൽ അല്ലാഹു ചിലർക്കൊക്കെ പണം നൽകും, അവർ ധനികരായി പറയപ്പെടും.
ചിലർക്ക് അല്ലാഹു അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് ഏറിയും കുറവുമില്ലാതെ ഒത്തിണങ്ങി അങ്ങനെ പോവാനുള്ളത് കൊടുക്കും. അവർ ഒരു സാധാരണക്കാരനായി അറിയപ്പെടും. ചിലർക്ക് ആവശ്യങ്ങൾക്കപ്പുറം ആ പറയുന്ന ആവശ്യത്തിന് പണമില്ലാത്തവരുണ്ടാവും. അവർ ദരിദ്രരെന്ന് സമൂഹത്തിൽ വിളിക്കപ്പെടും. അങ്ങനെ 3 അവസ്ഥകളിൽ സാമ്പത്തിക രംഗത്ത് അല്ലാഹു സാമുദായികമായി മനുഷ്യന്മാരെ വേർതിരിച്ചിട്ടുണ്ട്. ചിലർക്ക് എന്തെന്ന് വെച്ചാൽ ആരെയും ആശ്രയിക്കേണ്ടി വരികയില്ല. എന്നാൽ ഒരാളുടെ ആശ്രയമായി നിൽക്കാനുണ്ടാവില്ല, അയാളടുത്ത് കൊടുക്കാനുമില്ല, ഒരാളടുത്ത് നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ചിലർക്ക് ആശ്രയമായിരിക്കും, ചിലരുടെ ആശ്രിതരായിരിക്കും. ഈ 3 രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക രംഗത്ത് മനുഷ്യന്മാരെ സാമുദായികമായി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കണ്ടും കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും നിങ്ങൾ ജീവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പൊതു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വയുടെയും പുണ്യത്തിൻ്റെയും വിഷയത്തിലൊക്കെ നിങ്ങൾ പരസ്പരം സഹകരിക്കണം, സഹായിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ സമ്പത്തുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, എല്ലാമുണ്ട്. ആ സമ്പത്ത് ഒരാൾക്ക് സേവ് ചെയ്ത് വെക്കാം തൻ്റെ ഭാവിക്ക് വേണ്ടി, മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അവിടെ അയാൾ ശ്രദ്ധിക്കേണ്ടത്, അയാൾ അത് വർഷം ആയാൽ, സക്കാത്തിൻ്റെ സമയമായാൽ സക്കാത്ത് കൊടുക്കണം. അത് ശ്രദ്ധിക്കുന്ന ഒരാൾ എത്ര അത് സേവ് ചെയ്ത് വെച്ചാലും ആ സക്കാത്തിൻ്റെ സമയമായപ്പം സക്കാത്ത് കൊടുക്കുന്നയാൾ സക്കാത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയല്ലാതെ അതിൽ നിഷിദ്ധങ്ങൾ ഉൾപ്പെടുത്താതെ എത്ര ചെലവഴിച്ചാലും അന്നും കുഴപ്പമില്ല എന്നാണ്. ഒരാൾ ചെലവഴിച്ചു, വലിയ കാറെടുത്തു, നല്ല വിലയുള്ള വസ്ത്രം ധരിച്ചു, അതൊന്നും അയാൾക്ക് വിരോധമുള്ള കാര്യമല്ല. അയാൾക്ക് വിരോധമുണ്ടാവില്ല എപ്പോഴാണ്, ഈ വസ്ത്രം ഞാൻ വാങ്ങിയാൽ എനിക്ക് സക്കാത്ത് നിന്ന് രക്ഷപ്പെടാം എന്ന് നിയ്യത്ത് വെച്ചാൽ അത് അയാൾക്ക് കടമായി കിടക്കും. അയാൾക്കും അള്ളാഹ്ക്കും ഇടയിൽ, ഒരു മഖ്ലൂക്കും അറിയില്ല, അയാൾക്കും അള്ളാഹ്ക്കും ഇടയിൽ. അതിനാണ് ഫിറാറു മിനസ് സക്കാത്തി എന്ന് പറയും. സക്കാത്ത് നിന്ന് ഒളിച്ചോടുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം സക്കാത്ത് കൊടുക്കാനായി, ഇനി 1 മാസം കൂടി ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഇപ്പോഴത്തെ കാറൊന്ന് മറച്ച് വേറെ കാറാക്കിയാൽ പൈസ ഇറങ്ങും ചെയ്യും, എനിക്ക് തന്നെ കിട്ടും ചെയ്യും, സക്കാത്ത് കൊടുക്കും വേണ്ട, നിസാബ് കട്ടായി എന്ന് നിയ്യത്താക്കിയാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഫിറാറു മിനസ് സക്കാത്ത് എന്നാണ് പറയാം. സക്കാത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ പണം മറച്ചു എന്നാണ് പറയാം. അപ്പോൾ അയാൾക്കത് കുറ്റമായി ഭവിക്കും. എല്ലാത്ത കാലത്തോളം എനിക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ, അപ്പം ഞാൻ ഇത് ചെലവഴിച്ചാൽ സക്കാത്ത് ഉണ്ടാവില്ലല്ലോ എന്ന് പേടിച്ചിട്ട് ചെലവഴിക്കാൻ പാടില്ല എന്ന് ശറഅ് നിർദ്ദേശിച്ചിട്ടില്ല. ഒരാൾക്ക് തൻ്റെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാം. അതാണ് ശറഅ് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിരിക്കെ നമ്മൾ ചില കാര്യങ്ങൾ സഹോദരങ്ങളെ സാമ്പത്തിക രംഗത്ത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്ക് സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇബാദത്തുകൾ പലതും ഇന്ന് സമൂഹത്തിൽ തന്നെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. പലതിനും ആ സമയം വരുമ്പോൾ ആൾക്കാർ പറയും എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയും. അവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഉളുഹിയ്യത്തിൻ്റെ ഒരു സമയം വന്നു. ഉളുഹിയ്യത്ത് അർക്ക 8 റുപ്യ ആവൂലേ, അത്രയൊന്നും ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് പറയും. ആ പൈസ എൻ്റെ അടുത്ത് പോയാണ്ട് വന്ന് പോയിട്ടുണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളടുത്ത് എത്ര കോടികളുണ്ട് എന്ന് പറഞ്ഞാലും ചെലവഴിക്കാൻ ചാൻസും സാഹചര്യങ്ങളും കുറവായിരുന്നു. എത്ര കോടി ഉണ്ട് എന്ന് പറഞ്ഞാലും അന്ന് കിട്ടുന്ന ഒരു അംബാസിഡർ കാറേ വാങ്ങാൻ പറ്റുള്ളൂ. അന്ന് കിട്ടുന്നതിൽ ഏറ്റവും നല്ല കാറിന് ഇത്രയേ ആവുള്ളൂ. ഇനി ഞാൻ അതിന് 1 കോടി തരാതെ പറഞ്ഞാലും അതിന് 5 ലക്ഷം ഉള്ളൂ എന്നുണ്ടെങ്കിൽ പൈസ ഇറക്കാണ്ടെങ്കിലും വാങ്ങാൻ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലം മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നമ്മുടെ ഈ ഒരു 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് എത്രയാണോ പൈസ, നിങ്ങളെ ബജറ്റ് എത്രയെന്ന ചോദ്യം തന്നെ. നമ്മൾ എവിടെ ചെന്നാലും വീട് എടുക്കണം, വീട് ആ എടുത്തതൊന്ന് നവീകരിക്കണം, എനിക്ക് എൻ്റെ മൊബൈല് ഒന്ന് മാറ്റണം. അപ്പോൾ അവിടെ ചെന്നാൽ ബജറ്റ് എത്രയെന്നാണ് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് എത്ര, 2 ലക്ഷമാണോ, 2 ലക്ഷത്തിൻ്റെ മൊബൈലാണോ എങ്കിൽ അതിനനുസരിച്ചാവാം. നിങ്ങളുടെ കാർ എടുക്കണം, എത്ര ബജറ്റ് ഇങ്ങോട്ട് ചോദിക്കാൻ. അപ്പം നിങ്ങളെടുത്ത് 1 കോടിയാണെന്നുണ്ടെങ്കിൽ 1 കോടിക്ക് കാർ ഇറക്കാം. 2 കോടിയാണോ ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള വണ്ടിയുണ്ട്. അങ്ങനെ വീട്ടിൽ കിച്ചണൊന്ന് പുനർക്രമീകരിക്കണം. അപ്പം കിച്ചണിൽ ഇപ്പം എന്താ ഉള്ളത്, കിച്ചണിന് 5ഉം 10ഉം ലക്ഷങ്ങൾ പൊട്ടിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പൈസ ഇറക്കുകയാണെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടോ? അതുകൊണ്ട് വീട്ടിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും വസ്ത്രത്തിലും എല്ലാം നമുക്കിന്ന് അങ്ങാടിയിലാക്കാണ്ട് ഇറങ്ങിയാൽ, മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ വാങ്ങാൻ എമ്പാടും സാധനങ്ങളുണ്ട്.
എന്നിരിക്കെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതല്ലേ? പറ്റുന്നതാണ്. ഞാൻ എൻ്റെ പൈസക്ക് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹറാമായ വഴിക്ക് ഞാൻ പോകുന്നില്ല, ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിലപ്പുറം മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ ദുനിയാവ് സ്വർഗമാക്കാൻ കരുതിയവരല്ലല്ലോ. ദുനിയാവ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, ഈ ദുനിയാവിലെ ജീവിതത്തോടെ തീർന്നു എന്നല്ലല്ലോ നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ പണം നമുക്ക് ചെലവഴിക്കാനുള്ള, ഇപ്പോൾ ആളുകൾക്ക് പല നിലക്കാണ് വസ്ത്രങ്ങൾ. അപ്പോൾ എനിക്ക് ഒരു പച്ച ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു പച്ച ചെരുപ്പ് വാങ്ങുക, അന്ന് ഞാനും ആണെങ്കിൽ ഒരു പച്ച കാറിൽ പോവുക, അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഡ്രസ്സ് മഞ്ഞ കളറാണെങ്കിൽ അന്ന് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ വളയും ചെരുപ്പും അവളുടെ വാച്ചിൻ്റെ പട്ടയും എല്ലാം മഞ്ഞ കളറാക്കാം. അതിനുള്ള സംവിധാനങ്ങളും പണമെറിയാണെങ്കിൽ അതിനുള്ള വസ്തുക്കളുണ്ട്. ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചാൽ അതിനുള്ള പണം പൊടിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളൊന്നും അറിയാതെ അത് ഏറ്റവും ഗ്രാൻഡായി നടത്തിത്തരാൻ ഇവിടെ അതിൻ്റേതായ ഔദ്യോഗികതയോടെ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് കയ്യിൽ പണമുണ്ടോ അത് ചെലവഴിക്കാൻ എമ്പാടും സ്ഥലമുണ്ട്. ഞാൻ അധ്വാനിച്ചതല്ലേ, അത് അധ്വാനിച്ചതാണ്. ഞാൻ നിഷിദ്ധങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിഷിദ്ധങ്ങളൊന്നും ചെയ്തില്ല എന്നിരിക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കാം, മുമ്പത്തെ പോലെയല്ല. മുമ്പ് ചെലവഴിക്കാൻ വിചാരിച്ചാൽ പോലും അവസരങ്ങൾ കുറവായിരുന്നു. ഇന്ന് ചെലവഴിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ മുമ്പിൽ നമ്മുടെ ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വാങ്ങിയ മൊബൈൽ നാളെ അത് പഴയതായി, അപ്പോഴേക്ക് പുതിയ അപ്ഡേഷൻ വന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കാം, പുതിയത് വാങ്ങാം, കുറച്ചും കൂടി പൈസ കൂട്ടണമെന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഓട്ടം എന്ന് പറയുന്നത്. ഒരു ബൈക്ക് വാങ്ങുന്നു, ഒരു കൊല്ലം കഴിഞ്ഞ് ഞാനത് മാറ്റുകയാണ്, ഇപ്പോൾ പുതിയ ഫങ്ഷൻസൊക്കെ ഉള്ള വേറെ ബൈക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാൻ ഈ ഒരു ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദീനിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബജറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഞാൻ ദീനിന് വേണ്ടി കുറച്ച് സേവ് ചെയ്ത് വെക്കണം, ദീനിന് വേണ്ടി. മറ്റെന്താ വെച്ചാൽ ആ സമയം വരുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലാറ്, കാരണം അതൊക്കെ മറിഞ്ഞു പോയി. കാരണം ഇങ്ങനെ ആവശ്യങ്ങൾ എല്ലാം ആവശ്യമാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ലോകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും കളവൊന്നുമല്ല പറയുന്നത്, ആവശ്യത്തിന് തന്നെയാണ് ചെലവഴിച്ചത്. അതൊക്കെ ആവശ്യമാണോ എന്ന് വെച്ചാൽ അത് ആവശ്യമാണ്. ആ ആവശ്യങ്ങൾ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാവാം ചിലപ്പം, അത് അത്യാവശ്യമൊന്നുമല്ല. എനിക്കത് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അതുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമായി. അപ്പം അങ്ങനത്തെ സംവിധാനം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എമ്പാടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് പ്രത്യേകിച്ചൊരു അജണ്ട ഇല്ലാതെ പോകുമ്പോൾ പിന്നെ ഒരു ഉളുഹിയത്തിന് ഒരു ഷെയർ കൂടാമെന്ന് വിചാരിക്കുമ്പം പോത്തിനെ വാങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് അവിടെ ഒരു ഷെയറിന് പോലും ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഷെയർ കൂടാൻ പറ്റുന്ന ആ സമയം വരുമ്പം പൈസ ഇല്ലാറ്, കയ്യിൽ പൈസ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ പോണത്? ചിലതൊക്കെ അത്യാവശ്യത്തിന് തന്നെയാണ് പോണത്. അങ്ങനെ പിടിച്ചു വെച്ച് ഉളുഹിയത്തിന് പൈസ ഉണ്ടാക്കുക, പിടിച്ചു വെച്ചിട്ട് ദീനിലൊരു സ്വതക്കക്ക് പൈസ ഉണ്ടാക്കുക, പിടിച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ അത്യാവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സുന്നത്തിനെ മുന്തിക്കുക, അങ്ങനെ ശറഅ് പഠിപ്പിച്ചിട്ടില്ല. അത്യാവശ്യങ്ങളും ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ ഇടക്ക്, പക്ഷെ ആ ആവശ്യങ്ങളും കഴിഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ തഹ്സീനാത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ചില മേഖലകളുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ പണം പലപ്പോഴും പ്ലാനില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത്, ചെലവഴിഞ്ഞു പോകുന്നത് അത്തരം മേഖലകളിലാണ്. അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു വെക്കാം. ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചിട്ട്, ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കാന്ന് പറഞ്ഞപ്പോൾ അതിൽ വാജിബായ ഭാഗങ്ങളുണ്ട്. വാജിബായ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ചെലവ് അത് നമ്മൾ തന്നെ ചെയ്യണം. വീട്ടിൽ ചെലവിന് കൊടുക്കൽ ഭാര്യക്കും മക്കൾക്കും, തന്നിൽ ആശ്രിതരായി ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് ഞാൻ ചെലവിന് കൊടുക്കൽ അത് വാജിബാണ്, അതിൽ ഒരു അളവുമില്ല. പിന്നെ ആ ചെലവിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ചികിത്സ എന്ന് പറയുന്നത്. ആ ചികിത്സയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. വീട്ടിലെ ചെലവിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അപ്പോഴാണ് ഒരാൾ ഫക്കീറാണോ ഇല്ല എന്നൊക്കെ തിരിയൽ. ചെലവ് ഇനിയും ധാരാളമാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല, വരപറ്റില്ലേനും, അപ്പോഴാണ് അയാൾ ഫക്കീർ അറിയൽ. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് വീട്ടിലെ ചെലവ് കുറക്കാൻ കഴിയൂല. വീട്ടിലെല്ലാവർക്കും തിന്നാൻ കൊടുക്കേണ്ടി വരും. അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ പഠനവും അവരുടെ ആരോഗ്യവും ഇതൊക്കെ ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആ വീട്ടിലെ ചെലവ് അയാളെ സംബന്ധിച്ച് സ്വാഭാവികമായി നോക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെയാണ് അയാൾക്കുള്ളതാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. വിവാഹം എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് പല ചെറുപ്പക്കാരും വിവാഹത്തിന് ആഗ്രഹമുണ്ട്, ആ വിവാഹമില്ലാത്തതിൻ്റെ പേരിൽ മഹാപാപങ്ങളടക്കം സംഭവിക്കുന്നുമുണ്ട്.
ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ കണ്ണടക്കുന്നുമുണ്ട്. ഓൻക്ക് എത്ര സേവിങ്സ് ഉള്ളത്, അവൻക്ക് ഒരു പെണ്ണിനെ പോറ്റാനുള്ള പൈസ ഉണ്ടോ? നമ്മുടെ നാടിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു 15,000 ഉറുപ്പ്യ ഒരു ആൾക്ക് മാസത്തിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുടുംബത്തിനെ പോറ്റാനൊക്കെ പറ്റും. കാരണം എന്താ അറിയോ, ആ പൈസക്ക് അയാൾക്കൊരു പെണ്ണില്ലെങ്കിൽ അയാളെ കൂട്ടുകാരെ കൂടെ പുട്ടടിക്കാനും യാത്രയായിട്ടൊക്കെ ആ പൈസ പൊട്ടിക്കണുണ്ട്. അതൊരു ഔദ്യോഗികമായ ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ പോറ്റാൻ, അപ്പോൾ അതിൻ്റെ അടുക്ക് ഒരു അടിയന്തര ചെലവ് വന്നു, ഒരു പ്രസവ ചെലവ് വന്നു, ഒരു രോഗം വന്നു, അപ്പോൾ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅൻകിഹുൽ അയാമ, നിങ്ങളിൽ വിവാഹിതരല്ലാത്ത ഇണകളില്ലാത്തവർക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം, മിൻകു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, വസ്സാലിഹീന മിൻ ഇബാദിക്കും നിങ്ങളുടെ അടിമകളിൽ നിന്ന് നല്ലവർക്കും, വ ഇമാഇക്കും അടിയാത്തികളെയും നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഈ യകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് ധന്യത നൽകും. അത് ചിലപ്പോൾ സക്കാത്ത് സ്വീകരിച്ചിട്ടുണ്ടാവാം. സക്കാത്ത് സ്വീകരിച്ചിട്ടായാലും അയാൾ അധ്വാനിക്കുന്നുണ്ട്, കിട്ടുന്നത് എത്രയാണ്? ഒരു 15,000 ഉറുപ്പ്യാണ്. അത് ഒരാൾക്ക് വിവാഹത്തിനുള്ള യോഗ്യതയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം അധ്വാനിക്കാൻ പ്രായമായിട്ടില്ല, അധ്വാനിക്കണില്ല, എപ്പോഴും ബാപ്പാൻ്റെ ചെലവിൽ നടത്തുകയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് കാലതാമസം വെക്കേണ്ടി വരും. അതേസമയം ആൾ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ വല്ലാതെ ഒരു 40,000 മാസം വാങ്ങേണ്ടി വെച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചിലവുകളാണ്. അപ്പോൾ ഈ ചിലവുകൾക്കൊന്നും നമുക്ക് കുറക്കാൻ പറ്റൂല, ഇതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈവിധ്യങ്ങളാർന്ന ഭൗതിക സൗകര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അത് നമുക്ക് വാങ്ങാതിരിക്കാം. അത് ഞാൻ വാങ്ങണില്ല, ഞാൻ അതിക്ക് പൈസ ഇറക്കണില്ല, ഇപ്പം എനിക്ക് ഈ ഫോൺ തന്നെ മതി. ഇത് മറിച്ചാൽ നല്ല ഫോൺ, ഇനി ഒന്നുകൂടി സൗകര്യമുള്ളത്, അല്ലെങ്കിൽ ഈ വണ്ടി മറിച്ചാൽ ഒന്നും കൂടി സൗകര്യമുള്ള വണ്ടി. പക്ഷേ എന്തിനാണ്? അല്ല, ഒന്നുകൂടി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അതൊന്നും ഞാൻ മറക്കണില്ല. ഞാൻ അതെന്താക്കട്ടെ, ഒരു പോത്തിനെ ഇറക്കട്ടെ, ഒരറവ് നടത്തട്ടെ എന്ന്. അപ്പം അതെന്ത് ഈ അറവ് പറഞ്ഞാൽ അറവിന് സമയമില്ല. സുന്നത്തുൻ മദ്ഫൂനത്തുൻ, മറവ് ചെയ്യപ്പെട്ട സുന്നത്ത് എന്ന് പണ്ഡിതന്മാരെ വിശേഷിപ്പിച്ചൊരു സുന്നത്തുണ്ട്, അറവെടുത്തൽ. എപ്പോഴും ഒരു പോത്തിനെ വാങ്ങുക, അറക്കുക, കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുക, അറക്കുക, കറി വെക്കുക, വീട്ടിലേക്ക് എല്ലാവരും വിരുന്ന് വിളിക്കുക. അപ്പം ഞാൻ മറച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര അഡീഷണൽ കൊടുക്കേണ്ടി വരും? ഞാനൊരു 50 ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും. 50 ഉറുപ്പ്യ ഞാൻ ആ 50 ഉറുപ്പ്യ എനിക്ക് കാറ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ആ 50 ഉറുപ്പ്യക്ക് ഒരു 2 പോത്തിനെ വാങ്ങി അറക്കട്ടെ, അല്ലെങ്കിൽ ഒരു പോത്തിനെ, തിരക്കേടില്ലാത്തൊരു പോത്തിനെ വാങ്ങി അറക്കട്ടെ എന്ന് ആലോചിക്കാനുള്ള ഒരു ധാരണ ഉണ്ടാക്കി തരാനാണ് ഞാൻ ഇന്ന് ഈ ഖുതുബ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് ഞാൻ എത്ര ദീനിന് വേണ്ടി, ഇതിപ്പോൾ മുഹറം മാസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഈ ഖുതുബ പറയുന്നത്. ദുൽഹിജ്ജ വരേക്ക് നമുക്ക് ചില അജണ്ടകൾ ഉണ്ടാക്കാം, എത്ര ഞാൻ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ ചില അനാവശ്യം എന്ന് അതിന് പറയാൻ പറ്റില്ല, കാരണം ഹറാമല്ലെങ്കിൽ അനാവശ്യമല്ല. സക്കാത്ത് കൊടുത്ത പൈസയാണെങ്കിൽ അനാവശ്യമല്ല, പക്ഷേ എനിക്ക് അത് മാറ്റി വെക്കാം. എന്തിനു വേണ്ടി? എനിക്കൊരു ഉംറക്ക് പോകാം, അല്ലെങ്കിൽ ഉംറക്ക് ആഗ്രഹിക്കുന്നൊരു ഫക്കീറുണ്ടോ, അവനെക്കൊണ്ടൊരു ഉംറ ചെയ്യിക്കും, ഞാൻ ഉംറ ചെയ്തതാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരായിട്ട് എനിക്കൊരു ഉംറക്ക് പോവാം. ഇതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക നില അനുസരിച്ചാണ്. ചിലപ്പോൾ ഞാൻ വാജിബായ ഉംറ ചെയ്തിട്ടുണ്ടാവില്ല, ഇത് ഞാൻ ഒന്ന് പിടിക്കുകയാണെങ്കിൽ എനിക്കത് കഴിയും എന്നാണെങ്കിൽ അതിൻ്റെ മനസ്സിലൊരു പ്ലാനാവും. ഒരു ഉംറ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ഇതിനിപ്പോഴേ പൈസ സേവ് ചെയ്തിട്ടുണ്ട്, വെക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നത്? ഞാൻ കുറേ കൂടിയാണ്, അല്ലെങ്കിൽ ഞാൻ പണം സേവ് ചെയ്യുന്നുണ്ട്. ആ പണം സേവ് ചെയ്യുന്നത് എന്തിനാണ്? എനിക്കൊരു ഉംറ പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഈമാൻ അത് നമുക്കുണ്ടാവണം. ഞാൻ കുറച്ച് പൈസ പിടിക്കുന്നുണ്ട്, ആ പിടിക്കുന്നത് എന്തിനാണ്? ഇത് ദുൽഹിജ്ജ വരികയാണ്, അന്നൊന്ന് അറക്കണം, ഒരു ഉളുഹിയ്യത്ത്, ഒരു പോത്ത് ഒന്ന് ഫുള്ള് ഞാൻ തന്നെ എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിന് ഞാൻ കുറച്ച് പൈസ, ഒരു 50 ഉറുപ്പ്യ പിടിക്കേണ്ടി വരും. ആ 50 ഉറുപ്പ്യ ഞാൻ അപ്പം തന്നെ പിടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പിടിച്ചു വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള ചിലവോ മറ്റ് അത്യാവശ്യങ്ങൾക്കൊന്നും തടസ്സമില്ലാതെ ഞാൻ പല ആവശ്യങ്ങൾക്ക് സേവ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പ്ലാനിങ്ങിൽ അപ്പം ഞാൻ ഒരു വർഷത്തിൽ എൻ്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്ക് എത്ര സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഇടക്ക് നമുക്ക് ആലോചനയിൽ എന്താ? മൊബൈൽ മാറ്റാനായി, അതല്ലെങ്കിൽ എൻ്റെ ഇന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വീടിൻ്റെ ഈ മൂന്തായം ഒന്ന് പൊളിച്ചിട്ടൊന്ന് മോഡൽ മാറ്റും, അതൊക്കെ പഴയ മോഡലാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിന് സേവ് ചെയ്ത് വെക്കും. ആ സമയത്ത് ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഴയതായിട്ടുള്ള ചോർച്ചുണ്ടോ ഒന്നുമില്ല. പിന്നെന്താണ്? ഇപ്പോഴത്തെ കുറേ സൗകര്യങ്ങൾ അഡീഷണൽ വന്നിട്ടുണ്ട്, അതൊക്കെ ആഡ് ചെയ്യാൻ ചിലരൊക്കെ ഉപദേശിച്ചു. അപ്പം ഞാനത് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് പകരം ഇവൻ ഒരു വക്കീറിനെ കൊണ്ട് ഉംറ ചെയ്യില്ലെങ്കിലോ,
ഇവൻ ഈ പണം കൊണ്ട് ഒരു ഫക്കീറിനെ ഹജ്ജ് ചെയ്യിപ്പിച്ചാലോ, ഈ പണം കൊണ്ട് ഒരു ഫക്കീറിനെ വനിയാക്കാൻ, ധനികനാക്കാൻ, ആശ്രിതനല്ലാതെയാക്കാൻ അവൻ പരിശ്രമിച്ചിരുന്നത്. അതൊന്നും സക്കാത്തല്ല, വാജിബല്ല, ഒന്നുമല്ല. പക്ഷെ കണ്ടറിഞ്ഞിട്ട് അവനാൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ടാവുക, അത് നമുക്ക് ഉണ്ടാവണം. അവിടെ നമ്മൾ ആദ്യം നമ്മുടെ വാജിബുകൾ അതൊരിക്കലും നമ്മൾ കുറക്കാൻ പാടില്ല. ആളുകൾ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് കടം വീട്ടാതിരിക്കരുത്. കടം ഒരാൾക്ക് സാമ്പത്തികമായ നയവും സാമ്പത്തിക ബോധവും ധാരണയും ഉണ്ടെങ്കിൽ അയാൾക്ക് കടം വാങ്ങാം. തൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അയാൾക്ക് എനിക്ക് കടം കുറച്ച് പൈസ കിട്ടിയാൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും, ഒരു ധാരണ അയാൾക്കുണ്ട്, ഉറപ്പുണ്ടെങ്കിൽ, അന്വേഷിച്ചിട്ടോ അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് കടം വാങ്ങാം. വീട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ നിയ്യത്ത് വേണമെന്നാണ്. എന്താ നിയ്യത്ത്? ഞാൻ വീട്ടുന്നു, അതെന്തേലും ആക്കാം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് വീട്ടാനുള്ള തൗഫീഖ് കൊടുക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അയ്യുമാ റജുലിൻ തദായന ദൈനൻ വഹുവ മുജ്മഉൻ അല്ലാ യൂഫിയഹു ഇയ്യാഹു ലഖിയല്ലാഹു സാരിഖ. ഒരാൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് അത് വീട്ടണം എന്നൊരു ധാരണയെ നീയത്തോ ഒരു തയ്യാറെടുപ്പ് അയാൾക്കില്ല എങ്കിൽ കള്ളനായിട്ടാണ് അയാൾ അള്ളാഹിൻ്റെ മുമ്പിൽ കണ്ടെത്തുക എന്നാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ അയാൾ ഹാജരാക്കപ്പെടുക കള്ളനായിട്ടാണ്. അയാൾക്കൊരു പ്ലാനും ഇല്ല. എന്താ പ്ലാന്? എനിക്ക് അതിൻ്റെ ശേഷം ഞാൻ ഈ കടം വെച്ച പൈസ ഞാൻ ബിസിനസ്സിലിറക്കി വരുമാനമുണ്ട്, അതേറ്റ് അങ്ങനെ നടക്കുക എന്നല്ലാതെ ഞാൻ അതിന്ന് ഈ കടം വീട്ടാണ്ട് എന്ന് വിചാരിച്ച് കുറച്ച് പിടിച്ചു വെക്കുമല്ലോ, ആ ബോധമില്ല. അതങ്ങനെ പൊട്ടിക്കുന്നുണ്ട്, പിടിച്ചു വെക്കണം എന്ന് അയാൾക്കില്ല. കടം വീട്ടാനുള്ളതല്ലേ എന്ന ബോധമില്ലെങ്കിൽ അയാൾ കള്ളനായിട്ടാണ് അള്ളാഹിനെ കണ്ടുമുട്ടാന്ന്. അതുകൊണ്ട് സേവ് ചെയ്തതിൽ അത്യാവശ്യം എന്താ, വല്ല കടമുണ്ടെങ്കിൽ അതിന് നമ്മൾ എടുത്തു വെക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് സക്കാത്ത് വരും. ചിലർക്ക് സക്കാത്താവും ചെയ്യും, കയ്യിൽ പൈസ ഉണ്ടാവില്ല. സക്കാത്തായി വെച്ചാൽ സക്കാത്തായി, എന്നാലോ പൈസ ആയിട്ട് കയ്യിൽ കൊടുക്കാനില്ല, സക്കാത്തായിട്ട് ഇങ്ങനെ കിടക്കിടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും സാഹചര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കടം മറച്ചു കൊടുത്തതുണ്ടാവും, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചപ്പോൾ കിട്ടണമില്ല, അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അതിന് ചിലപ്പം അവന് എനിക്ക് എന്തായാലും ഒരു വർഷത്തിൽ ഇത്ര സക്കാത്ത്, PF ഉള്ളവരുണ്ടാവും. PF ഫണ്ട് പെട്ടെന്ന് പാസ്സാവുന്ന സംഗതിയല്ല, PFന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം പലരും PF ഇടുന്ന സേവിങ്സ് ആയിട്ടാണ്, ഗവൺമെൻറ് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. സേവിങ്സ് ആയിട്ട് ടാക്സിൽ രക്ഷപ്പെടാൻ PFൽ പൈസ ഇടുന്നവരുണ്ട്. അതൊക്കെ സേവിങ്സ് ആണ്, സക്കാത്ത് കൊടുക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ PFന് പെട്ടെന്ന് പൈസ എടുത്തിക്കാണ്ട് സക്കാത്ത് കൊടുക്കാനൊന്നും കഴിയൂല. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഒരു വർഷത്തിൽ ഇത്ര സക്കാത്താവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാ മാസവും ഞാൻ ഒരു 500 റുപ്യ എടുത്തേക്കേണ്ടി വരും. അപ്പം വർഷമാകുമ്പോൾ ഞാൻ പിന്നെ PFന് വെയിറ്റ് ചെയ്യണ്ട. എന്നെ സംബന്ധിച്ച് ആ സക്കാത്തിൻ്റെ പൈസ സ്വരുക്കൂടി ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ പേരിൽ അക്കീക്ക ഇറക്കാണ്ടാവും. ആ അക്കീക്കയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു പ്രസവ ചെലവും മറ്റും ചിലപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞോളുന്നില്ല. പക്ഷേ അതൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ടതായി പഠിപ്പിച്ചൊരു സുന്നത്താണ്. അപ്പോൾ കുറച്ച് പിടിച്ചു വെച്ചിട്ട് എനിക്കതിനാവുമെങ്കിൽ അത് ഞാൻ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സ്വതക്ക ജാരിയ നിലനിൽക്കുന്ന സ്വതക്ക, ഒരു പള്ളി നിർമ്മാണം മുതൽ, ഒരു പള്ളിക്ക് വേണ്ടി ഒരാൾ അതിൻ്റെ ഭാഗവാക്കാവൽ മുതൽ, ഏതെങ്കിലും ഒരു കിണർ ഒഴിച്ചു കൊടുക്കൽ മുതൽ സ്വതക്ക ജാരിയകളുണ്ട്. അതിൻ്റെ ധാരാളം അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നും വലിയ പൈസക്കാർക്ക് പങ്കുള്ളൂ എന്ന് നമ്മൾ ധരിക്കണ്ട. ചിലപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ഇല്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പണം സ്വരുക്കൂട്ടി വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് സ്വന്തം ഒരു പള്ളി എടുക്കാൻ സാധിച്ചേക്കാം. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കുക. വാജിബ് മുടക്കിയിട്ടതൊന്നുമില്ല. വീട്ടിലെ ചെലവും രോഗവും പഠനവും അങ്ങനെ തുടങ്ങിയ അത്യാവശ്യങ്ങൾ മുടക്കിയിട്ടതൊന്നുമില്ല. അപ്പം ആ അത്യാവശ്യങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ആ അത്യാവശ്യങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ദുന്യാവ് ഹലാലായി ആസ്വദിക്കാം എങ്കിലും അത് ആസ്വദിക്കണം, ആസ്വദിച്ചേ പറ്റൂ എന്നല്ല പറഞ്ഞിട്ടില്ല. മറിച്ച് ആഖിറത്തിക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന അതിലൊരു കൊല്ലം, നമുക്ക് അറബി മാസപ്രകാരം ഒരു കൊല്ലം തുടങ്ങുമ്പം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എത്ര ചെലവഴിക്കണം, എത്ര ഞാൻ പിടിച്ചു വെക്കണം, എന്തിന് പിടിച്ചു വെക്കണം, അതിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞു. ഈ സ്വതക്ക ജാരിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് പോകണം. അതുപോലെ ഒരു വർഷത്തിൽ എനിക്ക് ഒരു ഉളഹിയത്തിന് അവസരം വരും, അതിലൊരു ഷെയറെങ്കിലും എനിക്ക് ചേരാനുള്ള കുറച്ച് പൈസ ഞാൻ എടുത്തു വെക്കണം. ഒരു ഉംറ എനിക്ക് ചെയ്യണം, ഒരു ഹജ്ജ് എനിക്ക് നിർവഹിക്കണം,
അതിനും പുറമെ എനിക്ക് പണമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ആളുകൾക്കൊന്ന് അറുത്തു കൊടുക്കണം. അതുപോലെ സാധുക്കളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് വീട്ടിലിടയ്ക്ക് വിരുന്നൂട്ടണം. അതിന് എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഞാൻ ഇറക്കേണ്ട പണമാണ്. വീട്ടിലേക്ക് അവരെ വിളിച്ച് വിരുന്നൂട്ടണം. അതുപോലെ ഹദിയ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ കൂട്ടുകാർക്കും അതുപോലെ കുടുംബങ്ങൾക്കും അതുപോലെ സഹോദരങ്ങൾക്കും ഹദിയ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ തഹാബ്ബു, നിങ്ങൾ ഹദിയ കൊടുക്കുക, പരസ്പരം ഇഷ്ടം സമ്പാദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ പൈസ പൊട്ടിക്കുന്നതിന് പകരം, ഞാൻ ഇപ്പോൾ പൈസ പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചറിയോ? സക്കാത്ത് കൊടുക്കുന്ന, ഹറാമിൽ പണം ചെലവഴിക്കാത്ത മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്താ ആ പൈസ പൊട്ടിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, പിന്നെ ഒരു നല്ല സുന്നത്തിന് സമയമാകുമ്പം കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതെന്താ വെച്ചാൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ അവിടെ ഒരു പ്ലാനിങ് വേണം എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വർഷത്തിലേക്ക് അത് ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മളെ കുടുംബങ്ങളങ്ങനെ നോക്കിയാൽ, ഞാൻ കൊടുത്താൽ അവർക്ക് സ്വീകരിക്കാൻ അർഹരായ കുറേ ആൾക്കാരുണ്ടാവും. ഓരോ ചിലവൊന്നും എൻ്റെ ബാധ്യത ഒന്നുമല്ല, പക്ഷെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ എല്ലാ മാസവും ഓർക്ക് ഇത്ര, അപ്പോൾ എൻ്റെ മാസത്തിൽ ഇവർ വരുന്ന ശമ്പളം അല്ലെങ്കിൽ എൻ്റെ പിന്നെ വരുമാനമായിട്ട് എനിക്ക് പല ബിസിനസ്സുകളിൽ നിന്ന് വരുന്ന പണത്തിൽ നിന്ന് ഒരു ഓഹരി ഇതാ ഇവർക്ക് ഞാൻ കൊടുക്കുമെന്ന് ഓരറിയിക്കണമെന്നില്ല. അതൊരു തീരുമാനം എടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൈസ എവിടെ പോവുക എന്നുള്ളതിനൊരു കണക്കുണ്ടാവും. ഒരു കണക്ക് അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇരുന്ന് ആലോചിക്കണം, അങ്ങനെ ഒന്ന് ചിന്തിക്കണം. സമൂഹത്തിൽ നോക്കണം, കുടുംബക്കാരെ നോക്കണം, എന്തൊക്കെ ആവശ്യങ്ങളിൽ ഞാൻ പണമിറക്കാൻ പറ്റും എന്ന് അയാൾക്ക് ചിന്തിച്ചാൽ ധാരാളം അവസരമുണ്ട്. അത് തൻ്റെ സൗകര്യത്തിനും ചിന്തിക്കാം, എൻ്റെ ദീനിന് വേണ്ടിയും ചിന്തിക്കാം. ഞാൻ പറയുന്നത് നമ്മൾ ദീനിന് വേണ്ടി ഒന്നിരുന്ന് ചിന്തിക്കുക എന്നുള്ള. ദുന്യാവിന് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ലിസ്റ്റും നിരത്തിയാണ്ട് വരും. അത്രയുണ്ട് ഇവിടെ വാങ്ങിക്കൂട്ടാൻ മാത്രം പൈസ ഉണ്ടെങ്കിൽ. ദുന്യാവ് ഇപ്പം അങ്ങനെയാണ്. അതേ സന്ദർഭത്തിൽ ഇതേ സംഗതി ദീനിന് വേണ്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ, എനിക്ക് ഒരു മാസം ഒരു 50,000 രൂപ ഒരു 30,000 രൂപ കിട്ടുന്നതിൽ അതിൽ എനിക്ക് ഈ 30,000 ചിലവിന് തന്നെ കഴിയണില്ല എന്നാണെങ്കിൽ ഓക്കെ, അത് അയാൾ വന്നിട്ട് അറിയാലോ. അതല്ല, എന്നെ സംബന്ധിച്ച് അതിൽ എനിക്കിപ്പോൾ ഒരു 15,000 റുപ്യ ചിലവുള്ളൂ, ഞാൻ ഒറ്റത്തടിയാണ്. അപ്പോൾ ബാക്കി ഒരു 15,000 റുപ്യ ഉണ്ട്. അതിൽ ഞാൻ എന്തിനൊക്കെ സേവ് ചെയ്ത് വെക്കാം? അതല്ല, ആ സേവ് ചെയ്യണതിൽ ആവശ്യമുണ്ടോ? ചിലപ്പോൾ ആവശ്യമുള്ളവരുണ്ടാവും. ഇപ്പോൾ ചെറുപ്പക്കാരാണ്, കല്യാണത്തിൻ്റെത് അല്ലെങ്കിൽ മറ്റു പല ചിലവുകൾ ഇനി വരാനുള്ളതുണ്ടാവും. അപ്പോൾ ആ സേവ് ചെയ്ത് വെക്കാമെന്ന് പറയും. അല്ല, അങ്ങനൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ. അപ്പോൾ അവിടെയാണ് എനിക്ക് ഇത് കൊടുത്തിച്ചിട്ട് ഇനി കിട്ടാതെ നിൽക്കണമെന്നില്ല, ഇനിയും വരാനുണ്ട്. അപ്പോൾ ഞാനിത് എന്തിനാണ് ഇത് ഞാൻ സേവ് ചെയ്യണം എനിക്ക് എൻ്റെ ഈ ദുന്യാവിന് എന്ന് പറഞ്ഞതിന് പകരം ഒറ്റ മാറ്റൽ. ഇത് ഇന്നൊരു കാര്യം ഒന്ന് ഇപ്രാവശ്യം ഞാൻ ഒരു അർത്ഥം കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സാധുണ്ട് ഓനക്കൊരു കിണറില്ല, ഒന്ന് കിണർത്തി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതിനുള്ള പൈസ അത് ഞാനായിക്കോളാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ദീനിയായ സാമ്പത്തിക ക്രമം, സാമ്പത്തിക ബജറ്റ് അത് നമുക്കൊക്കെ ഒരു വർഷത്തിലേക്കുള്ളതെങ്കിലും നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സാമ്പത്തിക രംഗത്ത് നമ്മൾ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് കുറി എന്ന് പറയുന്നത്. ഈ കുറിയിൽ വിശദമാക്കാൻ ഇപ്പം സമയമില്ല. അതിൽ നിഷിദ്ധമായതും അല്ലാത്തതുണ്ട്. ഞാൻ നേരത്തെ കുറി കൂടുക എന്ന് പറഞ്ഞപ്പം അത് നിരുപാധികം അനുവദനീയാണെന്ന് മനസ്സിലാക്കരുത്. അതിൽ നിഷിദ്ധമായ ഇസ്ലാമിൻ്റെ നിയമലംഘനങ്ങളുള്ള കുറി പാടില്ല. നിയമാനുസൃതമായ കുറി അതാണ് നമുക്ക് അനുവദനീയമായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദുനിയാവിൻ്റെ സൗകര്യം ഇങ്ങനെ വർദ്ധിക്കണോണ്ട് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങും ചെയ്യാന്നാണ്. സീറോ ബാലൻസ്, സീറോ പിന്നെ സേവിങ്സിൽ നിങ്ങൾക്ക് വാങ്ങാമെന്നറിയും. അതപ്പോൾ എന്താണ്? EMI ആണ് എല്ലാറ്റിനും. ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങുകയാണെങ്കിൽ, ഫസ്റ്റ് കാറല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ പോകണപ്പോൾ മുമ്പിൽ നിങ്ങൾക്ക് EMI സൗകര്യം ലഭ്യമാണെന്ന് അറിയും.
അടുക്കാൻ പറ്റില്ല മുസ്ലിങ്ങളെ അതിൽ നമുക്ക്. അത് തനിച്ച പലിശയാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ പലിശ വ്യവസ്ഥതയിൽ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള EMI എല്ലാം തന്നെ ഇതുവരെ അറിഞ്ഞത് മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനം പറ്റൂല എന്ന്. ഇനി അത് ഹലാലാണെന്ന് ഉറപ്പാവണ വരെ അതിമക്ക് അടുക്കന്നെ വേണ്ട. അപ്പം ഒരാൾക്ക് മാസത്തിൽ ഒരു 20,000 ഉറുപ്പ്യ വരുമാനം കിട്ടിത്തുടങ്ങിയാൽ അവനൊരു പൾസർ ഇറക്കും. കാരണം എന്താ, EMIയിലും എനിക്ക് മാസത്തിൽ ഇത്ര അടച്ചാൽ മതി. അപ്പോൾ ഓനെ ഉറപ്പിച്ചു എനിക്ക് എല്ലാ മാസവും ആ പണി പോകുമെന്നും കൂടി അവൻ ആലോചിക്കണില്ല. അപ്പോഴേക്കും ആ EMIക്ക് പിന്നെ ഏറ്റു അവൻ എല്ലാ മാസവും. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് എത്ര പൈസ ഉള്ളത്? 1,00,000 ഉറുപ്പ്യ വേണം, അല്ലെങ്കിൽ 1,50,000 രൂപ വേണം. അതിൻ്റെ അടുത്തില്ല, പക്ഷെ എൻ്റെ അടുത്ത് ആവും. എങ്ങനെ? അടവ്. അടുക്കാൻ പറ്റൂല. ഒരു വീട് എടുക്കണോടത്തോ ചെറിയ കാര്യത്തിനോ വലിയ കാര്യത്തിനോ EMI എടുത്തിട്ടുള്ളൊരു കടം അതുണ്ടാവില്ല. മാന്യമായി പലിശയില്ലാതെ നമുക്ക് കടം തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോട് ചോദിക്കുക. ആ കടം വീട്ടാൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഓർക്ക് എന്തെങ്കിലും വിശ്വാസം വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പണയം വെക്കേണ്ടി വരും അവരുടെ മുമ്പിൽ, ഒരു പിന്നെ ഉറപ്പിന് വേണ്ടിയിട്ട്. അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരാണെങ്കിൽ എന്നാൽ എനിക്കിപ്പോൾ പൈസ ആവശ്യമുണ്ട്, എനിക്ക് ബിസിനസ്സിന് പൈസ ഇറക്കണം, പക്ഷേ അതിന് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഇല്ല. അപ്പം ഞാൻ അത് ഇറക്കിയാൽ വിജയിക്കുമെന്ന അതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ പഠിച്ചതും ധാരണക്കുള്ള ആളാണ്. അങ്ങനെ മാന്യമായ കടങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക എന്നല്ലാതെ കണ്ട് ദുനിയാവിൻ്റെ പിന്നെ ഈ പറയുന്ന ഓടിപ്പോക്കിൽ അതിൽ എനിക്കൊന്ന് ഭാഗവാക്കാവണം, എനിക്കും ഓരെപ്പോലെ ആവണം എന്ന് വിചാരിച്ചിട്ട് ഈ നിഷിദ്ധ മാർഗത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ മനസ്സിലാക്കി യാതൊരു ബറക്കത്തും അതിൽ നമ്മൾ പ്രതീക്ഷിക്കണ്ട. അള്ളാൻ്റെ ഒരു സഹായവും നമുക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന തടി, നമ്മുടെ മക്കളുടെ തടി, അതുകൊണ്ട് വളരെ നമ്മുടെ വീട് ഒരു ഖൈറും ബറക്കത്തും നമ്മളതിൽ പ്രതീക്ഷിക്കണ്ട. നമ്മളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദോഷങ്ങൾ എത്രയാണ് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിലപ്പുറത്തേക്ക് എനിക്ക് ആവശ്യങ്ങളായി വരുന്നത് കടം വാങ്ങേണ്ടി വരുമ്പം പലിശരഹിതമായി മാന്യമായി അത് വീട്ടണമെന്ന നീയത്തോടുകൂടി ആ അത്യാവശ്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കടം വാങ്ങുക. അങ്ങനെ നമ്മുടെ അതിൽ പിന്നെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറാണ് എന്ന് ഉറപ്പുവരുത്തുക. പണം കയ്യിലുണ്ടെങ്കിൽ അതിൽ സക്കാത്തുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഉണ്ടെങ്കിൽ ആ സക്കാത്ത് വേഗം കൊടുത്ത് വീട്ടുക. അതുപോലെ ബാധ്യതകൾ, ഈ പിന്നെ പണം നിശ്ചയിക്കപ്പെടാത്ത ബാധ്യതകൾ, അതാണ് വീട്ടു ചെലവും മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ, അതൊന്നും നമ്മൾ വീഴ്ച വരുത്താതിരിക്കുക. അങ്ങനെ സാമ്പത്തിക രംഗത്ത് കൃത്യമായ വിശുദ്ധിയും ഒപ്പം പ്ലാനിങ്ങും ഉള്ളതോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് അള്ളാഹു നമുക്ക് പരിശീലിപ്പിച്ച സാമ്പത്തിക നയമെന്ന് പറയുന്നത്. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന മിനൻ നാർ. റബ്ബനാഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. الحمد لله رب العالمين.